ഒരേ വീടിനുള്ളിൽ ഒരുമിച്ച് കഴിയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ അകലെയാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? സ്വന്തം വീട്ടിലാണ് ജീവിക്കുന്നത് എന്ന് പറയാനുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ഒരു വീട്ടുകാരി അല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം നമ്മുടെ കേരളത്തിലെന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ലോലമായ ബന്ധങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തെ ആക്ഷേപഹാസ്യത്തിന്റെ ഒരു രൂപത്തിലാണ് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഈ ബന്ധം മെച്ചപ്പെട്ടാൽ എന്തെല്ലാം ഗുണങ്ങൾ നമ്മുടെ ഈ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു ഏരിയയെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ തയ്യാറാവുന്നത്. പലപ്പോഴും ഈ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇഷ്ടക്കേട് കൊണ്ടല്ല. കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരുതരം മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ്, പരസ്പരം മനസ്സിലാക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ്. ഇനിയും ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ ഒരു വ്യത്യാസം എന്നുള്ളത് ഈ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. പുതുതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഏറ്റവും മോഡേൺ ആയിട്ട് പുതിയ കാലഘട്ടത്തിലെ ട്രെൻഡുകളുമായിട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ കുറച്ച് ആ, പഴയ ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട്. ഇത് രണ്ടും തമ്മിൽ മാച്ചാവുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. പക്ഷേ പുതുതലമുറയുടെ കാഴ്ചപ്പാടുകളും പഴയ തലമുറയുടെ ചിന്താ രീതികളും ഒക്കെ തമ്മിൽ പൊരുത്തപ്പെട്ടു പോവാനുള്ള ശ്രമത്തിനിടയിൽ പല കുടുംബ ബന്ധങ്ങളും ഉലയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇത് വ്യക്തികളുടെയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. പകരം പരസ്പരം മനസ്സിലാക്കുന്നതിലും തുറന്ന് സംസാരിക്കുന്നതിലുമൊക്കെ കുറവ് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്. ഈ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്: മൗനം. അത് അമ്മായിമ്മയുടെ മൗനമോ അല്ലെങ്കിൽ മരുമകളുടെ മൗനമോ ഒക്കെ അവരുടെ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാക്കി അത് ദൂരേക്ക് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അനുവിന്റെ കഥ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അനു വിവാഹശേഷം കൊച്ചിയിലെത്തിയത് വളരെ നല്ലൊരു വീട്ടിലേക്കായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും താൻ നിരന്തരം നിരീക്ഷിക്കപ്പെടുകയാണ് എന്നൊരു തോന്നൽ അവൾക്കുണ്ടാകാൻ തുടങ്ങി. അവളുടെ വസ്ത്രധാരണം, അവളുടെ പാചകം, സംസാര രീതികൾ എല്ലാം വിമർശിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു അനുഭവം. അമ്മായിമ്മ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ പോലും അനുവിന് വിമർശനങ്ങളായിട്ടും അരോചകമായിട്ടും അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അമ്മായിയമ്മയുടെ വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതൊന്നും മനസ്സിലാക്കാനായിട്ട് അനുവിന് സാധിക്കുന്നില്ല. അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികമായ അവസ്ഥയിലായിരുന്നില്ല അനു. അനു ചിന്തിക്കുന്നത്, എന്നെ എൻ്റെ ഈ അമ്മായിയമ്മ വിധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല വാക്ക് പോലും അവൾക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അനു പതിയെ അവളിൽ നിന്നും ഉൾവലിഞ്ഞ് ജീവിക്കാനായിട്ട് തുടങ്ങി. സംസാരങ്ങൾ മതിയാക്കി. ഇത് ഒരു കഥയാണ്. ഇനി ഞാൻ പറയുന്നത് ഒരു അമ്മായിമ്മയുടെ അനുഭവമാണ്. പുഷ്പാമ്മ എന്ന് പറയുന്ന അമ്മായിമ്മയുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാം. അവരുടെ മകൻ വിവാഹം കഴിഞ്ഞ് മരുമകൾ വീട്ടിലെത്തിയപ്പോൾ അവളെ കുടുംബത്തിലേക്ക് വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാനായിട്ട് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവർ വലിയ സന്തോഷത്തോടെയാണ് അവളെ അവരുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത്. പക്ഷേ മരുമകൾ അവരോട് ഒരു അകൽച്ച സൂക്ഷിക്കുകയാണ്. സ്നേഹം കൊടുക്കാനായിട്ട് പുഷ്പാമ്മ ശ്രമിക്കുമ്പോൾ തിരിച്ചു കിട്ടിയത് മൗനത്തോടെയുള്ള നോട്ടങ്ങളും മൊബൈലിലേക്ക് മാത്രം നീണ്ടുപോകുന്ന അവരുടെ ശ്രദ്ധയുമൊക്കെയായിരുന്നു. മരുമകൾ തനിക്കൊരു അന്യയാണെന്ന് തോന്നിത്തുടങ്ങിയപ്പോൾ പുഷ്പാമ്മയും പതിയെ സംസാരം കുറച്ചു. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം അകന്നകന്ന് ദൂരേക്ക് പോകാനായിട്ട് തുടങ്ങി. ഇത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. നിരന്തരമായിട്ട് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ കേട്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇപ്രകാരമുള്ള ബന്ധത്തെ ഊഷ്മളമാക്കാനായിട്ടുള്ള ഒരു 3 മൈൻഡ് സെറ്റ് ചേഞ്ചുകളാണ്, മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഇതാണ്: മത്സരമല്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്ന് ഒരു അമ്മായിയമ്മയും മരുമകളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ അവരുടെ പ്രശ്നം ഇതാണ്: അമ്മായിയമ്മയും മരുമകളും സ്നേഹത്തിനോ ശ്രദ്ധയ്ക്കോ അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയോ ഒക്കെ ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്നതായിട്ട് തോന്നാം. ഇത് വെറും തോന്നലുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് വിജയം ഇരിക്കുന്നത്. അപ്പൊ ഇതിന് പരിഹാരം എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, സംസാരിക്കുക. അമ്മായിയമ്മയുടെ സ്ഥാനം ആർക്കും തട്ടിയെടുക്കാൻ കഴിയുന്നതല്ല. കാരണം
അവർ ഈ ഭർത്താവിൻ്റെ അമ്മയായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം അത് എപ്പോഴും നിലനിൽക്കേണ്ടതാണ്. അവിടെ നമ്മൾ തടസ്സം നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു വലിയ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മരുമകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ കുടുംബം എൻ്റെയും കൂടി കുടുംബമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവർക്ക് അമ്മയും മകനും തമ്മിലുള്ള അതിന് സ്പേസ് കൊടുക്കണം. പക്ഷേ ഈ മകൻ ഈ ഭാര്യയ്ക്ക് പൂർണ്ണമായിട്ട് പിന്തുണ കൊടുത്തുകൊണ്ട് അവൾ ഈ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് അവളെ ഓർമ്മപ്പെടുത്തുകയും അവൾക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിനും അമ്മയും ഈ മകനെ സഹായിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഒരു നല്ല അമ്മ വിജയിക്കുന്നത്. അല്ലെങ്കിൽ ആ അമ്മ ആ മകനെ വളർത്തി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല അഭിനന്ദനം അല്ലെങ്കിൽ മനസ്സ് തുറന്നുള്ള ഒരു സംഭാഷണം, അല്ല ഒരുമിച്ചിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കുന്നതൊക്കെ ഈ ഒരു മത്സരം ഒഴിവാക്കിക്കൊണ്ട് നല്ല ഒരു ബോധത്തിലേക്ക്, ഐക്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് അത് ഈ കുടുംബത്തെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാരും അവരുടെ പഠനങ്ങളും ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ വരുത്തേണ്ട ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പഴയ കാര്യങ്ങളും ഒക്കെ പുതിയ കാര്യങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ചുവരുകൾക്കുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു പ്രശ്നം ഇതാണ്, പഴയ തലമുറയ്ക്ക് അവരുടേതായ രീതികളും പാരമ്പര്യവും ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു തോന്നലായിരിക്കും. വലിയ അസ്വസ്ഥതയും വിഷമവും ഒക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ടാവാം. എന്നാൽ പുതിയ തലമുറയെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം ഈ പഴയ തലമുറയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു സമ്മർദ്ദമാണ്. ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുത്തിട്ട് മറ്റേതിനെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. പഴയതിനെയും പുതിയതിനെയും നമ്മൾ ഒരുപോലെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയുമ്പോഴാണ് അത് വിജയിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, പുതിയ തലമുറ പിള്ളേർക്ക് അവർ ഈ യൂട്യൂബും സോഷ്യൽ മീഡിയയൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെയൊക്കെ മോഡേൺ ആയിട്ടുള്ള വെസ്റ്റേൺ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമായതുകൊണ്ട് അവരത് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഉദാഹരണം, പാസ്ത ഉണ്ടാക്കുന്ന മരുമകളെ ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഒരു അമ്മായിയമ്മ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ബന്ധം നശിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ അവൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ അവളോട് കൂടി അതിൻ്റെ ഭാഗമായിട്ട് മാറുകയും, എന്നാൽ അമ്മായിമ്മ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് അവളെയും കൂടി കൂട്ടി അത് പഠിപ്പിക്കുകയും അതിൻ്റെ ഭാഗമൊക്കെ ആക്കി മാറ്റുകയും ചെയ്യുമ്പം ഒന്നിനും പകരമായിട്ട് മാറുകയല്ല, രണ്ടുപേരും ഒരുമിച്ച് വളരുന്ന ഒരു അനുഭവത്തിലേക്ക് മാറാനായിട്ട് കഴിയും എന്നുള്ളതാണ് അനുഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഒരു മരുമകളും അമ്മായിമ്മയും തമ്മിൽ ഉണ്ടാവേണ്ടത് എന്ന് പഠനങ്ങൾ നമ്മളെ കാണിച്ചു തരികയാണ്. മൂന്നാമതായിട്ട് നമ്മൾ വരുത്തേണ്ട ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിശബ്ദമായിരിക്കുന്നത് ഒരു വലിയ അപകടമാണ്. അപ്പം മിക്ക ബന്ധങ്ങളും അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അത് നിശബ്ദതയിലാണ് അവസാനിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവാം, പക്ഷേ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ, പരസ്പരം സംസാരിക്കാൻ പറ്റാതെ, എല്ലാം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ അകന്നു പോകുന്ന സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ ദുർബലമായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ ഉള്ള കാര്യങ്ങൾ സ്നേഹത്തോടെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഉണ്ട് എങ്കിൽ അതൊന്ന് മനസ്സ് തുറന്ന് പറയാനും അത് കേൾക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ അവിടെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ജീവിതം കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നില്ല എന്നുള്ള അനുഭവമാണ് പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ സംഭാഷണം പോലും വലിയ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാനും നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ശക്തിപ്പെടുത്താനും സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങൾ. ഞാനൊന്ന് പറയട്ടെ, ഈ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തെ വെറും ഒരു ബന്ധമായി മാത്രം കാണരുത്. ഇത് രണ്ട് സ്ത്രീകളുടെ കഥകളാണ്. രണ്ട് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ, രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, രണ്ട് വ്യത്യസ്തമായ ജീവിത രീതികൾ. പക്ഷേ ഇതെല്ലാം ഒരേ വീട്ടിൽ, ഒരേ കുടുംബത്തിൻ്റെ നല്ല ഭാവിക്കായിട്ട് സ്വപ്നം കാണുന്നവരായി ഒരുമിച്ച് നിന്ന് അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകളുടെ ജീവിതങ്ങളാണ്, അല്ലെങ്കിൽ കഥകളാണ്. അതുകൊണ്ട് നമ്മുടെ മരുമകളെയൊക്കെ കുടുംബത്തിൻ്റെ ഒരു അതിഥിയായി കാണാതെ നമ്മുടെ ഒരു കുടുംബാംഗമായിട്ട് കണ്ട് സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിഞ്ഞാൽ ആ കുടുംബം നല്ല രീതിയിൽ മുൻപോട്ട് പോകുമെന്ന് നമ്മുടെ പഠനങ്ങളൊക്കെ കാണിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. മനുഷ്യനാണെങ്കിൽ തീർച്ചയായും ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് പരിഹരിക്കുന്നിടത്താണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു പരിഹാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഒന്നാണ്. അത് കൂടുതലായിട്ടും നമുക്ക് ആ പരിഹാരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് മനസ്സ് തുറന്നുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നിശബ്ദത ഒരിക്കലും ഒരു നല്ല പരിഹാരമല്ല. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ
നല്ല ഒരു മാറ്റത്തിനായിട്ട് ഒരു തീരുമാനമെടുക്കുക. ഒരു ചെറിയ ചുവടുവയ്പ് നടത്തുക. ഒരു സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒന്നിരിക്കാനായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അതിനെക്കുറിച്ച് ധൈര്യപൂർവ്വം ഒന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.